അതാ കൊണ്ടുപോയി, അതാ കൊണ്ടുപോണി കൊണ്ടടി, അത് കൊണ്ടുപോണ്ടി പറഞ്ഞേ. അപ്പൂട്ടിയോ? ലാസിന്റെ ഏതാ? ബിലു കളറു. എന്റെ പേര് ലാസി. അപ്പൊ ഇതാരാ? ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഫിദ, ഇതെന്റെ മക്കൾ ലാസി, ജോയി. ഒരു കിഡ്സാണ്, 3 വയസ്സായിട്ടുള്ളൂ. വീഡിയോന്റെ ബാക്കിലുള്ളതാണ് എന്റെ ഹസ്ബൻഡ്, ഫാസിൽ എന്നാണ് പേര്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ന്യൂ ആൻഡ് ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഒരു അംഗനവാടി പോകുന്നുണ്ട്. അപ്പൊ അംഗനവാടിയിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ടാണ് ഒരു കുട്ടികൾക്കൊരു വർക്ക് ചെയ്യാൻ കിട്ടുന്നത്. അപ്പൊ ഇന്ന് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഒരു ക്യാരി ബാഗ് ഉണ്ടാക്കാം. ഒരു 2 ആളായതുകൊണ്ട് 2 ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഒരു ക്യാരി ബാഗ് നമുക്ക് ഉണ്ടാക്കാന്ന് നോക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ളത് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. ചാർട്ട് 2 പേരുണ്ടായതുകൊണ്ട് 2 ചാർട്ട്, പിന്നെ അതേപോലെ നമുക്ക് കയറ് വേണമല്ലോ തൂക്കി പിടിക്കാനുള്ള. അപ്പം ആ ഒരു കയറുണ്ട്, പിന്നെ ഒരു ഗമ്മുണ്ട്. വേറെ പ്രത്യേകിച്ചുള്ള പ്രത്യേക അതിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ കട്ടിങ് പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ഒക്കെ ഒരു ഒട്ടിക്കുക, മടക്കുക, അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. കട്ടിങ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കല് നോക്കാം. അപ്പൊ അതിനായിട്ട് ഒരാളിതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിന്റെ ഒരു മടക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ വെച്ച് മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായോണ്ട് ഞാൻ ടേബിൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു ടേബിൾ, നമ്മളെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഒക്കെ വെക്കണ ഒരു കുഞ്ഞ് ടേബിൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇത് നമുക്ക് മടക്കാം. ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ചെറുതേ പോർഷൻ മതി. നമുക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊടുക്കാം. ഇപ്പൊ ഇതേപോലെ ഒരു ചെറിയ കുഞ്ഞു പോർഷൻ എടുത്താണ് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ ഒരു പോർഷൻ എടുത്തിട്ടാണ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഗമ്മ് വെച്ച് ഒട്ടിക്കാൻ പോവാണ്. കാരണം നമുക്ക് ഇവിടെ ഫോൾഡ് ചെയ്താണ്ട് ഇവിടെ ഇങ്ങനെ ആവണല്ലോ, അതുകൊണ്ട് ഗമ്മ് ചെയ്ത് ഒട്ടിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഗമ്മ് തേക്കാം. ഫെവിക്കോൾ ആണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഒന്ന് ഗമ്മ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കട്ടെ, എല്ലാ ഭാഗത്തേക്കൊന്നും. നമ്മളിവിടെ ഗമ്മ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കാം. ഇവിടെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് നിൽക്കാം. ഇതിന്റെ 2 ഭാഗവും ഒരു 90 ഡിഗ്രി കോണിൽ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളൊരു 90 ഡിഗ്രി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ 2 കോണും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്നുമില്ല, ഒന്ന് ഫോൾഡ് ചെയ്യുക. 2 ഭാഗവും ഒരു 90 ഡിഗ്രിയിൽ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കുക. ഇപ്പൊ നമുക്ക് ഈ 2 ഭാഗം ഇങ്ങനെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ ആയിക്കല്ലോ. ഇനി നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മുടെ ഈ താഴെ ഭാഗത്തുനിന്ന് മേലോക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക, ഒന്ന് മടക്കി കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ മുകളിൽ നിന്ന് താഴേട്ടേക്കോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കുക. ആദ്യം ഒന്ന് താഴത്തുനിന്ന് മുകളിലേക്കാക്കി, അതേപോലെ മുകളിൽ നിന്നൊന്ന് താഴേക്കാം.
ഈ ഗമ്മൂടെ പശുവിടെ ഇനി നമുക്ക് ഗമ്മ് തേക്കാം. അതെന്താ ഇവിടുന്ന് ഇങ്ങനെ തേക്കുക. ഈ ഇതിന്റെ പുറത്ത് കൂടെ, അതായത് ഉള്ളിലല്ലാതെ നമ്മള് പുറത്ത് കൂടെ എങ്ങനെ തേക്കുക. എന്താ വേണ്ടേ? തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ എന്റെ കാലത്തൊന്നും ഇങ്ങനത്തെ സംഗതി ഇല്ല. ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകണോന്ന് തന്നെ എനിക്കറിയില്ല. സ്വന്തം മക്കളായപ്പോണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം തന്നെ ഉണ്ടാക്കുന്നത്. എന്റെ സ്കൂൾക്ക് ഞാൻ പേപ്പർ വർക്ക് കൊണ്ടുപോകണോന്ന് തന്നെ എനിക്കറിയില്ല. നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളെ സ്കൂൾക്ക്? ഇല്ല. അതാണ് മക്കളായപ്പോ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. അതാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് ഞാനിതാ ഇവിടുന്ന് ഒട്ടിച്ചു. പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഒട്ടിച്ചു. നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഈ രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. നമ്മുടെ ആ പേപ്പറിന്റെ ആ ക്യാരി ബാഗിന്റെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഭാഗവും അതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പൊ നമ്മുടെ ക്യാരി ബാഗ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ മടക്കിയ ഈ ഫോൾഡർ ഒന്ന് ഈ ഭാഗം ഒന്ന് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറക്കാം. ഇതാ ഇവിടെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് ഭാഗം ഒന്ന് ഉള്ളിലോട്ടൊന്ന് മടക്കി റെഡിയാക്കാം. എന്റെ ഉള്ളിലേക്ക് പോവാത്തെ കിട്ടണില്ലേ? അതിന്റെ ഇടയിലുള്ള ഓരോ കണ്ണ് തെറ്റിയാൽ എന്തേലും ഒരു വിദ്യ ഒപ്പിക്കണം. ഓളോളെ ബേബിക്ക് ഓള് പശ വെച്ചു കൊടുക്കണം. അത് പൊട്ടിക്കാൻ പറ്റില്ല. അത് ഒട്ടിക്കാനാ. അങ്ങോട്ടേക്ക് ഒട്ടിക്കാനാ. ഇതാ ഇവിടെ ഉള്ളിലോട്ടൊക്കെ മടക്കി നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുകൾ ഭാഗത്ത് നിന്ന് ഒന്ന് താഴോട്ട് കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കാം. അതായത് ഇങ്ങനെ നമ്മള് ഒന്ന് ഫോൾഡ് ചെയ്ത മേലത്തെ പോർഷന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ഇതാ നമ്മള് അതേപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാരി ബാഗിന്റെ ഫൈനൽ പാർട്ടായിട്ടുള്ള നമ്മുടെ ഈ ക്യാരി ബാഗിന് കൈ ഒന്ന് വെച്ചുകൊടുക്കാം. ഓ പറഞ്ഞേ. അപ്പൂട്ടിയോ? എന്താ എന്തൊക്കെയാ പറയണ്ട്? ഓള അംഗനവാടിയിൽ അതുണ്ടായിനി ഇതുണ്ടായിനി ആരൊക്കെ ഉണ്ട് അല്ലേ? അപ്പൂട്ടനോ? ഓള അംഗനവാടിയിൽ അപ്പൂട്ടുണ്ടായിനി ഗൈസ്. അപ്പൂട്ടൻ ആരാ? അപ്പൂട്ടൻ ആരാ? ഓള അപ്പൂട്ടൻ. അപ്പൂട്ടൻ എന്നാ വിളിച്ചല്ലേ? ഇന്ന് അംഗനവാടിയിൽ എന്തൊക്കെയാ ഉണ്ടായിനി സോയി? ടീച്ചർ ഉണ്ടായിനി. പിന്നെ ആരുണ്ടായിനി? കുട്ടികളുണ്ടായിനി. ഇന്ന് എന്തേലും എനിക്ക് ഫുഡ് അംഗനവാടിയില്? ഫുഡില്ലേ ഗൈസ്? ഓൾക്കൊന്ന് ഫുഡ് കിട്ടിയിട്ടില്ല അംഗനവാടിന്ന്. പാവ ജോയി. ലാജിക്ക് എന്തേലും അംഗനവാടിന്ന് ഫുഡ്? ബിയമാമോ? ബിരിയാണി? എന്ത് ബിരിയാണിയേനു? നല്ല ബിരിയാണിയാണ് ഗൈസ്. നല്ല ബിരിയാണി, നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി അല്ലേ? അങ്ങനെ നമ്മളെ ഹാൻഡിലുള്ള നോക്കാം. ഞാനിവിടെ ഹാൻഡിലിന് എടുത്തത്
ഇതിന്റെ പേരെന്താണോന്ന് എനിക്കറിയില്ല. ഞാന് കടയിൽ കണ്ടപ്പെടുത്ത് ഞാൻ മറ്റേ ഹാൻഡിൽ നോക്കിയപ്പോ കിട്ടിയിട്ടില്ല. അപ്പൊ തൽക്കാലം കിട്ടിയ ഹാൻഡിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്ന് പൊട്ടിക്കണം. കിട്ടുന്നില്ല ഗൈസ്. അങ്ങനെ പൊട്ടിക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഇതൊന്നായിട്ട് ഇത് കൊറേ ഉണ്ട്. ജസ്റ്റ് ഈ ഒരു സാധനല്ലേ ഇത്, നമ്മളെ പണ്ട് അതിലൊക്കെ ഉണ്ടാവണ മറ്റേ സ്കൂളത്തെ ഫയലിലൊക്കെ സാറുമാരെ കയ്യിൽ പിടിക്കുന്ന സാധനല്ലേ, ആ സാധനമാണ്. ഇതിനെന്തോ പ്രശ്നമുണ്ട്. നമുക്ക് വേറെ ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ഹാൻഡില്. അപ്പൊ നമ്മള് ഒരു ഭാഗത്ത് ഹാൻഡില് ചെയ്യാം. ബാവാ ഇതിങ്ങനെ വെക്ക. മറ്റേതില് സാറെ വാർത്തകൾ മാറിപ്പോയിന്ന്. വാർത്തകൾ എഴുതിയിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇടല്ലേ? ഇത് സൂചി പോലെയാണ്. ഇതിന്റെ ഉള്ളിൽ കുത്തിയാ മതി. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇടാം. ഇത് ജസ്റ്റ് ഇതിന്റെ ഇവിടെ ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടാ മതി. ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഭാഗത്ത് കൂടി ഇടാം. ഇപ്പൊ നമ്മുടെ ക്യാരി ബാഗിന്റെ ചെറിയ ഹാൻഡില് കുത്തിയത് ചെറുതായി. സാരമില്ല, നമുക്ക് ഇങ്ങനെ പിടിക്കാം. ജസ്റ്റ് നമുക്ക് കുട്ടികൾക്ക് പിടിക്കാമല്ലോ, വലിയവർക്ക് കഴിഞ്ഞാൽ. അതേപോലെ നമുക്ക് ഒരു ഹാൻഡിൽ. അതിന്റെ ഇടയിൽ ജോയി കണ്ടില്ലേ, കത്രിക, എല്ലാ സാധനവും ഒന്നും ഓൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അല്ല ജോയിയെ? അതാ കൊണ്ടുപോയി, അതാ കൊണ്ടുപോണി. കൊണ്ടടി, അത് കൊണ്ടുപോണ്ട്. നമുക്ക് ഇതിന്റെ മറ്റേ സൈഡിലെ ഹാൻഡിലോ വെക്കാം. കറക്റ്റായി നോക്കണം. ഇത് കുട്ടികൾക്ക് പിടിക്കാൻ കഴിയോ എന്നുള്ള രീതിക്ക് നമുക്ക് വെച്ചെടുക്കാം. താങ്ക് യു. എനിക്ക് സ്നേഹമൊക്കെ കൂടുതലാണല്ലേ. ജോയ്ക്ക് ആരാ ഇഷ്ടം? ടീച്ചർ എന്താ പറഞ്ഞത് അംഗനവാടിയില്? കാക്കി കൂടെ ഇവിടെ പാട്ടാടിയാ ജോയി? പാടി കൊടുക്കുക എല്ലാവർക്കും. അങ്ങനെ ഗൈസ്, നമ്മുടെ ക്യാരി ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീരാൻ പറ്റില്ല. നമ്മുടെ ക്യാരി ബാഗ് റെഡി ആയിട്ടുണ്ട്. കുഞ്ഞി ഹാൻഡിലായിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അംഗനവാടിക്ക് ആണല്ലോ. അപ്പൊ കുട്ടികൾക്കും സുഖമായിട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരി ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാരതോ ജോയി? ലാജിൻ്റെതോ ജോയിൻ്റെതോ? രണ്ടാളായോണ്ട് കളറ് ഓരോന്നെ തീരുമാനിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര അടിയായിരിക്കും. ഇതായിരിക്കും വേണ്ടിയത് ജോയിക്ക്. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ജോയിൻ്റെതാണ്. ബ്ലൂ കളർ ജോയിൻ്റെത്, യെല്ലോ കളർ ലാജിക്ക്. ഓക്കെ, സോ ലാജി യെല്ലോ കളർ ലാജി, ബ്ലൂ കളർ ജോയി. ഇങ്ങനെ കളർ പറഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നാളെ എണീക്കുമ്പോ ഇതിന്റെ പേരിലേക്കാരം കച്ചറ. എന്നും ഓരോ കച്ചറാണ്. ഇനിയിപ്പൊ നാളത്തെ വേണേ ഇതിന്റെ പേരിലാകാം. അപ്പൊ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മളെ ക്യാരി ബാഗ്. വളരെ സിമ്പിൾ ആണ്. ആദ്യമായിട്ടാണ് ഒരു ക്യാരി ബാഗ് ഞാൻ ഉണ്ടാക്കുന്നത്, അതും എന്റെ കുട്ടികൾക്ക് വേണ്ടി. ലാജിന്റെ ഏതാ? ബ്ലൂ കളറാണ്. അപ്പൊ ലാജിക്ക് ബ്ലൂ കളർ, ജോയിക്ക് യെല്ലോ. കണ്ടില്ലേ ഓളെ പണി എന്താണ് ജോയി? അത് ജോയി ജോയി അതാണല്ലേ ജോയിന്റെ. വാട്ട് ഈസ് യുവർ നെയിം?
What is your name? What is your name? What is your name? എന്റെ പേര് ലാസി. അപ്പൊ ഇതാരാ? കാക്കു ആണ് ഗൈസ്, കാക്കു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. എങ്ങനെ ഉണ്ടാക്കാം എല്ലാരും ഒന്ന് ഉണ്ടാക്കി വെക്കൂ. വെറുതെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വെച്ച് വെക്കും. അറിയാലോ എങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ആയി നോക്കാലോ. അപ്പൊ ഗൈസ് ഇത്രയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ പോവല്ലേ? ടാറ്റു എടുക്ക്, എല്ലാവർക്കും ടാറ്റു എടുക്ക്. പിന്നെ കാണാം ഗൈസ്. പറയും പിന്നെ കാണാം. ബൈ ബൈ പറയും. ബൈ ബൈ. അവ്വ 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 അവ്വ. നമ്മളിന്ന് നെക്സ്റ്റ് വീഡിയോയില് വരാം. നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയില് വരാ പറയും. വീഡിയോ വരുമല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നെക്സ്റ്റ് ഒരു നല്ല വീഡിയോയിലേക്ക് കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ? ഇനി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങൾ പറ്റാതെ പോലെയല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങളോ അല്ലെ വലിയ അബദ്ധങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.